നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കുന്നത് പൊതുവരുമാനത്തെക്കുറിച്ചാണ്. പബ്ലിക് റവന്യൂ അല്ലെങ്കിൽ പബ്ലിക് ഇൻകം എന്നെല്ലാം നമ്മൾ വിശേഷിപ്പിക്കുന്ന ഒന്നാണ് പൊതുവരുമാനം. എന്താണ് ഈ പൊതുവരുമാനം എന്ന് നോക്കിയാൽ ഒരു സാധാരണക്കാരൻ്റെ കാഴ്ചപ്പാടിൽ നമുക്ക് പറയുവാൻ സാധിക്കും, സർക്കാരിൻ്റെ വരുമാനമാണ് പൊതുവരുമാനം. അപ്പോൾ സർക്കാരിൻ്റെ വരുമാനത്തെയാണ് നമ്മൾ പൊതുവരുമാനം എന്ന് പറയുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ വരുമാന മാർഗ്ഗങ്ങൾ എന്തെല്ലാം എന്ന് ചോദിച്ചാൽ പ്രധാനമായിട്ടും രണ്ട് സ്രോതസ്സുകളിൽ നിന്നാണ് നമ്മുടെ സർക്കാരിന് വരുമാനം ലഭിക്കുന്നത്. അപ്പോൾ സർക്കാരിൻ്റെ വരുമാന മാർഗ്ഗങ്ങൾ ഏതെല്ലാമെന്ന് ചോദിച്ചാൽ രണ്ട് സോഴ്സുകളുണ്ടെന്ന് പറയുന്നു. ആ സോഴ്സുകൾ ഏതെല്ലാമെന്ന് ചോദിച്ചാൽ അവയെ നമുക്ക് നികുതി വരുമാനമെന്നും നികുതി ഇതര വരുമാനമെന്നും പറയുവാൻ സാധിക്കും. അപ്പോൾ നികുതി വരുമാനവും നികുതിയേതര വരുമാനവുമാണ് സർക്കാരിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സുകൾ. അപ്പോൾ നമുക്കൊന്ന് നോക്കാം, എന്താണ് ഈ വരുമാനം, എന്തിനു വേണ്ടിയാണ് സർക്കാരിന് ലഭിക്കുന്നത്? ചെലവുകളും ക്ഷേമ പദ്ധതികളും നടത്തുവാനാണ് സർക്കാരിന് വരുമാനം വേണ്ടത്. അപ്പോൾ ചെലവുകളും ക്ഷേമ പദ്ധതികളും നടത്താൻ സർക്കാരിന് വരുമാനം കൂടിയേ തീരൂ. ഇനി നമുക്ക് നോക്കാം, സർക്കാരിൻ്റെ വരുമാനങ്ങൾ നമ്മൾ പറഞ്ഞ നികുതി വരുമാനവും നികുതി ഇതര വരുമാനവുമാണല്ലോ. അപ്പം നികുതികൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലെ, നികുതികൾ സർക്കാരിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സാണ് നികുതികളെന്ന് പറയുന്നത്. സർക്കാരിൻ്റെ പ്രധാന വരുമാന സ്രോതസ്സാണ് നികുതികളെന്ന് പറയുന്നത്. ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതു താൽപ്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാനായിട്ട് ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായിട്ടും നൽകേണ്ടുന്നൊരു പണമുണ്ട്. ആ പണത്തിനെയാണ് നമ്മൾ നികുതി എന്ന് പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ നികുതി എന്തിനാണ് ജനങ്ങൾ സർക്കാരിന് കൊടുക്കുന്നത്? ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെയുള്ള പൊതു താൽപ്പര്യത്തിന് വേണ്ടിയുള്ള ചെലവുകൾ വഹിക്കാൻ ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായിട്ടും നൽകേണ്ടുന്ന പണത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നികുതി എന്ന് വിളിക്കുന്നത്. അപ്പം നികുതി നൽകുന്ന വ്യക്തിയെ നമ്മൾ വിശേഷിപ്പിക്കുന്ന പേരെന്താണ്? നികുതി നൽകുന്ന വ്യക്തിയെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് നികുതിദായകൻ എന്നാണ്. അപ്പം നികുതിദായകൻ ആരാണ്? നികുതി നൽകുന്ന വ്യക്തിയെ ആണ് നമ്മൾ നികുതിദായകൻ എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള നികുതികളെ നമുക്ക് നോക്കാം. അല്ലെ, നികുതികൾ എത്ര തരമുണ്ട്? നികുതികൾ രണ്ട് വിധമുണ്ട്. എന്തൊക്കെയാണ് ആ നികുതികൾ? ഒന്ന് പ്രത്യക്ഷ നികുതി, മറ്റൊന്ന് പരോക്ഷ നികുതി. അപ്പോൾ നികുതികൾ രണ്ട് തരമുണ്ട്, പ്രത്യക്ഷ നികുതിയുമുണ്ട്, പരോക്ഷ നികുതിയുമുണ്ട്. അപ്പോൾ നികുതികൾ എത്ര തരം? രണ്ട് തരം, പ്രത്യക്ഷ നികുതിയും പരോക്ഷ നികുതിയും. അതിൽ ആദ്യത്തെ നികുതിയാണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്. ഈ പ്രത്യക്ഷ നികുതിയെപ്പറ്റി നമ്മൾ നോക്കിയാൽ എന്താ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? നികുതി ചുമത്തപ്പെടുന്നതും നികുതി മൂലമുള്ള സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നതും ഒരാൾ തന്നെയാണെങ്കിൽ അത്തരം നികുതിയെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രത്യക്ഷ നികുതി. അപ്പോൾ നികുതി ചുമത്തപ്പെടുന്നതും നികുതി മൂലമുള്ള സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നതും ഒരാൾ തന്നെയാണെങ്കിൽ അത്തരം നികുതിയെ പ്രത്യക്ഷ നികുതി എന്ന് വിളിക്കുന്നു. അപ്പോൾ എന്താണ് പ്രത്യക്ഷ നികുതി എന്ന് പറയുന്നത്? നികുതി ചുമത്തപ്പെടുന്നത്, നികുതി മൂലമുള്ള സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നത് ഒരാൾ തന്നെയാണെങ്കിൽ അത്തരം നികുതിയാണ് നമ്മൾ ഡയറക്റ്റ് ടാക്സ് അഥവാ പ്രത്യക്ഷ നികുതി എന്ന് വിശേഷിപ്പിക്കുന്നത്. നികുതി ഭാരത്തെ നികുതിദായകൻ തന്നെ വഹിക്കുന്നു എന്നതാണ് പ്രത്യക്ഷ നികുതിയുടെ പ്രത്യേകത. അപ്പോൾ പ്രത്യക്ഷ നികുതിയുടെ പ്രത്യേകത നമുക്ക് മനസ്സിലായി. എന്താണത്? നികുതി ഭാരത്തെ നികുതിദായകൻ തന്നെ വഹിക്കുന്നു എന്നതാണ് പ്രത്യക്ഷ നികുതിയുടെ പ്രത്യേകത. അതിനുദാഹരണമായിട്ട് നമുക്ക് പറയാം, ഭൂനികുതി, കെട്ടിട നികുതി, തൊഴിൽ നികുതി, വ്യക്തിഗത ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി, ഗിഫ്റ്റ് ടാക്സ് എന്നിവയാണ് പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യക്ഷ നികുതിയുടെ ഉദാഹരണങ്ങൾ ഏതെല്ലാമെന്ന് ചോദിച്ചാൽ ഭൂനികുതി, കെട്ടിട നികുതി, തൊഴിൽ നികുതി, വ്യക്തിഗത ആദായ നികുതി, കോർപ്പറേറ്റ് നികുതി, ഗിഫ്റ്റ് ടാക്സ് എന്നിവയാണ് പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണങ്ങൾ. അതായത് ഡയറക്റ്റായിട്ട് നികുതി അടയ്ക്കുന്നവൻ്റെ കയ്യിൽ നിന്ന് പോകുന്നതാണ്. ഭൂനികുതി നമ്മൾ കൊണ്ടുപോയി വില്ലേജിലാണ് അടയ്ക്കുന്നത്, വില്ലേജ് ഓഫീസിലാണ് കൊണ്ടുപോയി ഭൂനികുതി അടയ്ക്കുന്നത്. കെട്ടിട നികുതി നമ്മൾ പഞ്ചായത്ത് ഓഫീസിലാണ് അടയ്ക്കുന്നത്. തൊഴിൽ നികുതി പഞ്ചായത്ത് ഓഫീസിലാണ് നമ്മൾ കൊണ്ടുപോയി അടയ്ക്കുന്നത്. ഇൻകം ടാക്സ്, അല്ലേ, അത് നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് വ്യക്തിഗത ആദായ നികുതി അടയ്ക്കുന്നത്. കോർപ്പറേറ്റ് നികുതിയും അവിടെ തന്നെയാണ്, അല്ലെ. ഗിഫ്റ്റ് ടാക്സും അങ്ങനെ തന്നെയാണ് അടയ്ക്കുന്നത്. നമ്മൾ നേരിട്ട് കൊടുക്കുന്ന നികുതിക്ക് ഉദാഹരണങ്ങളാണ് ഇതെല്ലാം. ഈ നികുതി എന്ന് പറയുന്നതിനെ എവിടെയാണ് പരാമർശിച്ചിരിക്കുന്നത്? അത് ആർട്ടിക്കിൾ 265 നികുതിയെ സംബന്ധിച്ചുള്ള പരാമർശങ്ങളുള്ളത്. അപ്പോൾ നിയമം എന്ന് പറയുന്നത് നികുതിക്ക് ചുമത്താൻ ഉണ്ടാവണം എന്നാണ് പറയുന്നത്. അപ്പോൾ നിയമത്തിൻ്റെ പിൻബലത്തോടെയല്ലാതെ ഒരു വിധത്തിലുള്ള നികുതിയും ചുമത്താനോ പിരിക്കാനോ പാടില്ല. അപ്പോൾ നിയമത്തിൻ്റെ പിൻബലത്തോടെയല്ലാതെ ഒരു തരത്തിലുള്ള നികുതിയും ചുമത്താനോ പിരിക്കാനോ പാടില്ലെന്ന് ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് പറയുന്നത്? 265 എന്ന അനുച്ഛേദത്തിലാണ് നിയമത്തിൻ്റെ പിൻബലത്തോടെയല്ലാതെ ഒരു വിധത്തിലുള്ള നികുതിയും ചുമത്താനോ പിരിക്കാനോ പാടില്ലെന്ന് പറയപ്പെടുന്നത്.
ഇതിനർത്ഥം എല്ലാ നികുതികളും ഏർപ്പെടുത്തുന്നത് നിയമത്തിൻ്റെ പിൻബലത്തോടെ ആവണമെന്നാണ്. അപ്പോൾ എല്ലാ നികുതികളും ഏർപ്പെടുത്തപ്പെടുന്നത് നിയമത്തിൻ്റെ പിൻബലത്തോടെ ആവണമെന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇപ്പം നിയമനിർമ്മാണ സഭകളായിട്ടുള്ള പാർലമെൻറ്റ്, സംസ്ഥാന നിയമസഭകൾ എന്നിവയ്ക്ക് മാത്രമാണ് നിയമം നിർമ്മിക്കാൻ അധികാരമുള്ളത്. അപ്പം നിയമനിർമ്മാണം നടത്തപ്പെടുന്നത് എവിടെയാണ്? നിയമനിർമ്മാണ സഭകളെന്നറിയപ്പെടുന്ന കേന്ദ്ര നിയമനിർമ്മാണ സഭയായ പാർലമെൻറ്റിലും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലുമാണ് ഇത്തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ നടത്തപ്പെടുന്നത്. ഇനി നമ്മൾ ടാക്സേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർട്ടിക്കിളുകൾ നോക്കിയാൽ നമുക്ക് കണ്ണുമടച്ച് പറയാം ഏതാണ്. ആർട്ടിക്കിൾ 265 മുതൽ 289 വരെയാണ് ടാക്സേഷനുമായിട്ട് അല്ലെങ്കിൽ നികുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭരണഘടനയുടെ ആർട്ടിക്കിളുകൾ. ആർട്ടിക്കിൾ 265 മുതൽ 289 വരെയാണ്. ഇനി നമുക്ക് വ്യക്തിഗത ആദായ നികുതി നോക്കാം. അല്ലെ, വ്യക്തിഗത ആദായ നികുതി എന്ന് പറയുമ്പോൾ എന്താണ്? വ്യക്തികളുടെ വരുമാനത്തിന്മേൽ ചുമത്തുന്ന നികുതിയെ ആണ് വ്യക്തിഗത ആദായ നികുതി എന്ന് വിശേഷിപ്പിക്കുന്നത്. അല്ലെ, വ്യക്തികളുടെ വരുമാനത്തിന്മേൽ ചുമത്തുന്ന നികുതിയെ ആണ് നമ്മൾ വ്യക്തിഗത ആദായ നികുതി എന്ന് പേരിട്ട് പരാമർശിക്കുന്നത്. 1961 ആദായ നികുതി നിയമം നിലവിൽ വന്നത്. അപ്പോൾ ആദായ നികുതി നിയമം നിലവിൽ വന്ന വർഷമാണ് 1961. ആദായ നികുതി നിയമപ്രകാരം കേന്ദ്ര സർക്കാരാണ് വ്യക്തിഗത ആദായ നികുതി അഥവാ ഇൻകം ടാക്സ് പിരിക്കുന്നത്. അപ്പോൾ ഇൻകം ടാക്സ് പിരിക്കുന്നത് ആര് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് പിരിക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണ് ആദായ നികുതി നിയമപ്രകാരം വ്യക്തിഗത ആദായ നികുതി പിരിച്ചെടുക്കുന്നത്. വ്യക്തികളുടെ വരുമാനം കൂടുന്നതിനനുസരിച്ച് നികുതിയുടെ നിരക്കും കൂടുന്നു. അപ്പോൾ വ്യക്തികളുടെ വരുമാനം കൂടുന്നതിനനുസരിച്ച് നികുതിയുടെ നിരക്കും കൂടുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. നിശ്ചിത വരുമാന പരിധിക്ക് മുകളിൽ വരുന്ന തുകയാണ് ഈ നികുതിക്ക് ബാധകമാക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പം നിശ്ചിത വരുമാന പരിധിക്ക് മുകളിൽ വരുന്ന തുകയ്ക്കാണ് നികുതി ബാധകമാക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം അല്ലേ, എന്താണ് പാൻ കാർഡ് നമുക്ക് നോക്കാം അല്ലേ. പാൻ കാർഡ് നികുതി ദായകന്മാരുടെ കൈവശം ഉണ്ടാവുന്ന ഒന്നാണ്. അപ്പോൾ പാൻ കാർഡ് എന്ന് പറയുന്നത് എന്താണ്? ഇന്ത്യയിൽ ആദായ നികുതി വകുപ്പ് നൽകുന്ന ഒരു 10 അക്ക നമ്പർ, അതായത് ആദായ നികുതി വകുപ്പ് നൽകുന്ന ഒരു 10 അക്ക നമ്പറാണ് പാൻ കാർഡ് എന്ന് പറയുന്നത്. അപ്പോൾ പാൻ കാർഡ് നൽകുന്നത് ആര് എന്ന് ചോദിച്ചാൽ ആദായ നികുതി വകുപ്പാണ് നൽകുന്നത് എന്നും ഇത് എത്ര അക്കങ്ങളുള്ള നമ്പറാണെന്ന് ചോദിച്ചാൽ ഇത് 10 അക്കങ്ങളുള്ള ഒരു നമ്പറാണ് എന്ന് നമുക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇതിന് വിളിക്കുന്ന മൊത്തത്തിലുള്ള പേരെന്താണ്? പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ എന്നതാണ് പാൻ എന്നതിൻ്റെ മുഴുവൻ രൂപമായിട്ട് കണക്കാക്കുന്നത് അല്ലേ. അപ്പോൾ പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ എന്നതാണ് പാൻ എന്നതിൻ്റെ മുഴുവൻ രൂപം. അപ്പോൾ പാനിൻ്റെ മുഴുവൻ രൂപം എന്താണ്? പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ എന്നതാണ് പാൻ എന്നതിൻ്റെ മുഴുവൻ രൂപമായിട്ട് നമ്മൾ പറയുന്നത്. 1961 ഇൻകം ടാക്സ് ആക്ടിൻ്റെ വ്യവസ്ഥകൾ പ്രകാരമാണ് ഈ പറയുന്ന പാൻ കാർഡ് അനുവദിക്കുന്നത്. അപ്പോൾ പാൻ കാർഡ് അനുവദിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ചോദിച്ചാൽ 1961 ഇന്ത്യൻ ഇൻകം ടാക്സ് ആക്ടിൻ്റെ വ്യവസ്ഥകൾ പ്രകാരമാണ് പാൻ കാർഡ് അനുവദിക്കുന്നത്. ആദായ നികുതി വിവരങ്ങൾ സമർപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് ഈ പാൻ കാർഡ് എന്ന് പറയുന്നത്. ആദായ നികുതി വിവരങ്ങൾ സമർപ്പിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് ഈ പാൻ കാർഡ്. ഒരു പ്രധാനപ്പെട്ട തിരിച്ചറിയൽ രേഖയായിട്ടും ഇത് ഉപയോഗിക്കുന്നു. അപ്പോൾ പാൻ കാർഡ് എന്ന് പറയുന്നത് നമ്മുടെ കൈവശമുള്ള ഒരു ID കാർഡിന് സമാനമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തിരിച്ചറിയൽ രേഖയുമാണ്. അത് നമ്മൾ പഠിഞ്ഞത് ഇപ്പോൾ പാൻ കാർഡിനെ കുറിച്ചാണ് പഠിച്ചത്. ഇനി നമുക്ക് കോർപ്പറേറ്റ് ടാക്സ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം അല്ലെ. കോർപ്പറേറ്റ് ടാക്സ് കമ്പനികളുടെ അറ്റ വരുമാനത്തിന്മേൽ, അറ്റ വരുമാനം എന്ന് പറയാൻ നേരത്ത് അവരുടെ മൊത്തം വരുമാനമാണ് അല്ലെ. കമ്പനികളുടെ അറ്റ വരുമാനം അല്ലെ, നെറ്റ് ഇൻകം, അതായത് അവരുടെ ചിലവുകളെല്ലാം കിഴിച്ചിട്ടുള്ള ആ ഒരു വരുമാനത്തിനെയാണ് നമ്മൾ നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. നെറ്റ് അതായത് ചിലവുകൾ അവർക്ക് ധാരാളം ഉണ്ടാകുക, ശമ്പളമായിട്ട് കൊടുക്കണം, റോ മെറ്റീരിയൽസിനുള്ള പൈസ പർച്ചേസിങ് പവറായിട്ട് അതായിട്ട് കൊടുക്കണം, മറ്റ് ഇതര നികുതികൾ കൊടുക്കണം. അതെല്ലാം കഴിഞ്ഞ് അവരുടെ കൈവശം കിട്ടുന്ന വരുമാനത്തിനെയാണ് അറ്റ വരുമാനം അഥവാ നെറ്റ് ഇൻകം എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള നെറ്റ് ഇൻകം അതല്ലെങ്കിൽ ലാഭം എന്ന് പറയുന്നത്, ഈ ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതിയെ ആണ് നമ്മൾ കോർപ്പറേറ്റ് ടാക്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ആഭ്യന്തര വിദേശ ബിസിനസ്സുകളിൽ നിന്ന് ഒരു കമ്പനി നേടുന്ന ലാഭങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ കോർപ്പറേറ്റ് നികുതിക്ക് ഉദാഹരണമായിട്ട് പരിഗണിക്കാവുന്നതാണ് അല്ലേ. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ കമ്പനികളുടെ മൊത്തം വരുമാനം അല്ലെങ്കിൽ അവരുടെ മിച്ചം വരുമാനം ഉണ്ടല്ലോ, അഥവാ ലാഭത്തിന്മേൽ ചുമത്തുന്ന നികുതിയെ ആണ് കോർപ്പറേറ്റ് ടാക്സ് അഥവാ ആഭ്യന്തര വിദേശ ബിസിനസ്സുകളിൽ നിന്ന് ഒരു കമ്പനി നേടുന്ന ലാഭങ്ങളെല്ലാം തന്നെ കോർപ്പറേറ്റ് നികുതിക്കായിട്ട് നമുക്ക് പരിഗണിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ കോർപ്പറേറ്റ് നികുതികൾ വഴി ലഭിക്കുന്ന പണം ഒരു രാജ്യത്തിൻ്റെ പ്രധാന വരുമാന മാർഗമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ കോർപ്പറേറ്റ് നികുതികൾ വഴി ലഭിക്കുന്ന പണം ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രധാന വരുമാന മാർഗം തന്നെയാണ്. ഇനി നമുക്ക് പരോക്ഷ നികുതി എന്താണ് എന്ന് നോക്കാം അല്ലെ. പരോക്ഷ നികുതി എന്താണ്? പരോക്ഷ നികുതി ഒരാളിൽ ചുമത്തപ്പെടുന്ന നികുതിയുടെ ഭാരം,
മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതാണ് പരോക്ഷ നികുതിയുടെ പ്രത്യേകത. അപ്പോൾ പരോക്ഷ നികുതി എന്ന് വെച്ചാൽ എന്താണ്? ഒരാളിൽ ചുമത്തപ്പെടുന്ന നികുതിയുടെ ഭാരം മറ്റൊരാളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് നമ്മൾ പരോക്ഷ നികുതി എന്ന് വിശേഷിപ്പിക്കുന്നത്. ഉദാഹരണമായി പറഞ്ഞു കഴിഞ്ഞാൽ വിൽപ്പന നികുതിയുടെ ഭാരം ആദ്യം വരുന്നത് വ്യാപാരിയുടെ മേലാണ്, അല്ലേ? വിൽപ്പന നികുതിയുടെ ഭാരം ആദ്യം വരുന്നത് ആരുടെ മേലിലാണ്? വ്യാപാരിയുടെ മേലാണ്. എന്നാൽ വ്യാപാരി ഉൽപ്പന്നം വാങ്ങുന്ന ഉപഭോക്താവിലേക്ക്, അല്ലേ, വ്യാപാരി ഉൽപ്പന്നം വാങ്ങുന്ന ഉപഭോക്താവിലേക്ക് വിലയോടൊപ്പം നികുതി ഭാരവും കൈമാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വ്യാപാരി ഉൽപ്പന്നം വാങ്ങുന്ന ഉപഭോക്താവിലേക്ക് വിലയോടൊപ്പം നികുതിയുടെ ഭാരവും കൈമാറുന്നു. അപ്പോൾ ഉപഭോക്താവ് നൽകുന്ന വിലയിൽ നികുതിയും ഉൾപ്പെടുന്നു. ഇത് പരോക്ഷ നികുതിയുടെ പ്രധാന പ്രത്യേകതയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇപ്പോൾ വിൽപ്പന നികുതിയുടെ ഭാരം ആദ്യം വരുന്നത് ആരുടെ മേലാണെന്ന് ചോദിച്ചാൽ അത് വ്യാപാരിയുടെ മേലാണ്. എന്നാൽ വ്യാപാരി ഉൽപ്പന്നം വാങ്ങുന്ന ഉപഭോക്താവിലേക്ക് വിലയോടൊപ്പം നികുതി ഭാരവും കൈമാറുന്നുണ്ട്. അപ്പോൾ ഉപഭോക്താവ് നൽകുന്ന വിലയിൽ നികുതിയും ഉൾപ്പെടുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ പരോക്ഷ നികുതിയുടെ പ്രത്യേകതയായിട്ട് പറയുന്നത്. എന്നുവെച്ചാൽ നമ്മളിപ്പോൾ സെയിൽസ് ടാക്സ് എന്ന് പറഞ്ഞാൽ ഒരു സാധനം നമ്മൾ വാങ്ങുമ്പോൾ ആ സാധനത്തിൽ നികുതി ഉൾപ്പെടുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ വിൽപ്പന നികുതിയുടെ ഭാരം ആദ്യം വരുന്നത് വ്യാപാരിയുടെ മേലാണ്. എന്നാൽ വ്യാപാരി ഉൽപ്പന്നം വാങ്ങുന്ന ഉപഭോക്താവിലേക്ക് വിലയോടൊപ്പം നികുതിയുടെ ഭാരവും അങ്ങ് കൈമാറി കൊടുക്കുന്നു. അപ്പോൾ ഉപഭോക്താവ് നൽകുന്ന വിലയിൽ നികുതി ഉൾപ്പെടുന്നു. ഇതിനെയാണ് നമ്മൾ പരോക്ഷ നികുതിയുടെ പ്രത്യേകത എന്ന് വിളിക്കുന്നത്. നിലവിലുള്ള പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കാനും ഒരു രാജ്യത്ത് ഒരു നികുതി അല്ലെങ്കിൽ ഒറ്റ നികുതി, അല്ല, നിലവിലുള്ള പരോക്ഷ നികുതി സമ്പ്രദായം ലളിതമാക്കാനും ഒരു രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പാക്കുന്നതിന് ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യയിൽ നിലവിലുള്ള പരോക്ഷ നികുതികളുടെ നല്ലൊരു വിഭാഗം ഉൾപ്പെടുത്തിയാണ് ചരക്ക് സേവന നികുതി എന്നത് നടപ്പിലാക്കിയിരിക്കുന്നത്. അപ്പോൾ ഒരു രാജ്യത്ത് ഒറ്റ നികുതി എന്നൊരു തത്വം നടപ്പാക്കുന്നതിന് വേണ്ടിയാണ് ഇന്ത്യയിൽ പരോക്ഷ നികുതികളുടെ നല്ലൊരു വിഭാഗം ഉൾപ്പെടുത്തിയാണ് ചരക്കു സേവന നികുതി നടപ്പാക്കിയത്. ഇതിനെയാണ് ഗുഡ്സ് സർവീസസ് ടാക്സ് അഥവാ GST എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ചരക്ക് സേവന നികുതി എന്ന് പറയുന്നത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്, GST ആണ്. ഈ ചരക്ക് സേവന നികുതി പരോക്ഷ നികുതിക്ക് ഉദാഹരണമായിട്ടാണ് നമ്മൾ പഠിക്കുന്നത്, അല്ലെ? ചരക്ക് സേവന നികുതി എന്ന് പറയുന്നത് പരോക്ഷ നികുതിക്ക് ഉദാഹരണമായിട്ടാണ് കണക്കാക്കുന്നത്. GSTയിൽ ഉൾപ്പെടാത്ത ഇനങ്ങളുടെ പരോക്ഷ നികുതിക്ക് നിലവിലെ രീതിയിൽ തന്നെ തുടരുന്നു, അല്ലേ? GSTയിൽ ഉൾപ്പെടാത്ത ഇനങ്ങൾ അത് പഴയ രീതിയിൽ തന്നെയാണ് തുടർന്ന് പോകുന്നത്. ഇനി നമുക്ക് ചരക്ക് സേവന നികുതി അഥവാ GST എന്താണ് എന്നൊന്ന് നോക്കിയേക്കാം കേട്ടോ. ചരക്ക് സേവന നികുതി അഥവാ GST എന്താണ്? കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ ചുമത്തിയിരുന്ന വിവിധ പരോക്ഷ നികുതികളെ ലയിപ്പിച്ച് 2017 ജൂലൈ 1 മുതൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ചരക്ക് സേവന നികുതി. ജൂലൈ 1 മുതൽ 2017 ജൂലൈ 1 മുതൽ ഇന്ത്യയിൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ചരക്ക് സേവന നികുതി അഥവാ GST എന്ന് പറയുന്നത്. ഭരണഘടനയുടെ 101ാമത്തെ ഭേദഗതിയിലൂടെയാണ് GST പ്രാവർത്തികമാക്കിയിരിക്കുന്നത്. അപ്പം ഭരണഘടനയുടെ 101ാമത് ഭേദഗതിയിലൂടെയാണ് GST പ്രാവർത്തികമാക്കിയത്. ഭരണഘടനയിൽ അനുച്ഛേദം 246A ആയി അവതരിപ്പിച്ച ഭേദഗതിയാണ് ഇത്, അല്ലെ? ഭരണഘടനയിൽ അനുച്ഛേദം 246A ആയി അവതരിപ്പിച്ച ഭേദഗതിയാണ് ഇത്. ചരക്കുകളുടെയും സേവനങ്ങളുടെയും നിർമ്മാണം മുതൽ ഉപഭോഗം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും നികുതി ചുമത്തപ്പെടുന്നു. ചരക്കുകളുടെയും സേവനങ്ങളുടെയും നിർമ്മാണം മുതൽ ഉപഭോഗം വരെയുള്ള എല്ലാ ഘട്ടങ്ങളിലും നികുതി ചുമത്തപ്പെടുന്നു. ഓരോ ഘട്ടത്തിലും മൂല്യവർധനയുണ്ടാവുകയും അത് ഈടാക്കുകയും ചെയ്യുന്നു. ഇപ്രകാരം ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന മൂല്യവർധനയ്ക്ക് മാത്രമേ നികുതി ചുമത്തപ്പെടുന്നുള്ളൂ. അപ്പോൾ ഓരോ ഘട്ടത്തിലും മൂല്യവർധനയുണ്ടാവുകയും അത് ഈടാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന സംവിധാനത്തിൻ്റെ പ്രത്യേകത. ഇപ്രകാരം ഓരോ ഘട്ടത്തിലും ഉണ്ടാകുന്ന മൂല്യവർധനയ്ക്ക് മാത്രമേ നികുതി ചുമത്തപ്പെടുന്നുള്ളൂ. അന്തിമ ഉപഭോക്താവ് ആദ്യമടച്ച നികുതികൾ പിന്നീട് നൽകേണ്ടതില്ല എന്നൊരു വ്യവസ്ഥ കൂടി ഇവിടെയുണ്ട്. അപ്പോൾ അന്തിമ ഉപഭോക്താവ് ആദ്യമടച്ച നികുതികൾ പിന്നീട് നൽകേണ്ടതില്ല. ഒരു സാമ്പത്തിക വർഷത്തിലെ മൊത്തം വിറ്റുവരവ് 20 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ, അല്ലേ, ഒരു സാമ്പത്തിക വർഷത്തിലെ മൊത്തം വിറ്റുവരവ് 20 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ വ്യാപാരികൾ GST രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും എടുക്കണം എന്നാണ് വ്യവസ്ഥ, അല്ലേ? ഒരു സാമ്പത്തിക വർഷത്തിലെ മൊത്തം വിറ്റുവരവ് 20 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ വ്യാപാരികൾ GST രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും എടുക്കണം. GSTയിൽ 5% 12% 18% 28% നിരക്കുകളിലാണ് ഇന്ന് നമുക്ക് നിലവിലുള്ള ടാക്സേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സാമ്പത്തിക വർഷത്തിലെ മൊത്തം വിറ്റുവരവ് 20 ലക്ഷം രൂപയിൽ കൂടുതലാണെങ്കിൽ വ്യാപാരികൾ GST രജിസ്ട്രേഷൻ എടുക്കണമെന്നൊരു വ്യവസ്ഥ ഉണ്ട്. അതേപോലെ GST 5% 12% 18% 28% എന്നുള്ള നിരക്കുകളിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ രാജ്യത്താകമാനം പ്രദാനം ചെയ്യുന്ന എല്ലാ ചരക്കുകളിന്മേലും അല്ലെങ്കിൽ സേവനങ്ങളിന്മേലും ചുമത്തുന്നത് ഈ പറയുന്ന GST ആണ്. അപ്പോൾ GSTയിൽ ലയിപ്പിക്കപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട നികുതികൾ എന്തെല്ലാമെന്ന് ചോദിച്ചാൽ
കേന്ദ്ര എക്സൈസ് ഡ്യൂട്ടി ഇതിന് ഉദാഹരണമാണ്. സേവന നികുതി ഉദാഹരണമാണ്. കേന്ദ്ര വിൽപ്പന നികുതി ഉദാഹരണമാണ്. സംസ്ഥാന മൂല്യവർദ്ധിത നികുതി ഉദാഹരണമാണ്. ആഡംബര നികുതി ഉദാഹരണമാണ്. പരസ്യ നികുതി, പ്രവേശന നികുതി, വിനോദ നികുതി എന്നിവയെല്ലാം ഈ പറയുന്ന ജി എസ് ടിയിൽ ലയിപ്പിക്കപ്പെട്ട പ്രധാനപ്പെട്ട നികുതികളായിട്ട് കണക്കാക്കുന്നവയാണ്. ഇനി നമുക്ക് കേന്ദ്ര സംസ്ഥാന ജി എസ് ടികൾ ഏതെല്ലാമെന്ന് നമുക്ക് നോക്കാം. അല്ലെ, കേന്ദ്ര സംസ്ഥാന ജി എസ് ടികൾ ഏതെല്ലാമാണ്? സംസ്ഥാനത്തിനകത്ത് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും മേൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ജി എസ് ടി ചുമത്തുന്നുണ്ട്. സംസ്ഥാനത്തിനകത്ത് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്കുകളുടെയും സേവനങ്ങളുടെയും മേൽ കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും ജി എസ് ടി ചുമത്തുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്നത് സെൻട്രൽ ജി എസ് ടി ആണ്. അല്ലെ, കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്നത് സെൻട്രൽ ജി എസ് ടി ആണ്. സംസ്ഥാന ഗവൺമെൻറ് ചുമത്തുന്നത് സ്റ്റേറ്റ് ജി എസ് ടി അഥവാ എസ് ജി എസ് ടി ആണ്. ഈ നികുതികൾ ഉപഭോക്താവിൽ നിന്ന് ഒരുമിച്ച് പിരിച്ചെടുത്ത് കേന്ദ്രവും സംസ്ഥാനവും തുല്യമായിട്ട് വീതിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ചുമത്തുന്നതിന് സെൻട്രൽ ജി എസ് ടി എന്നും സംസ്ഥാന ഗവൺമെൻറ് ചുമത്തുന്നതിനെ സ്റ്റേറ്റ് ജി എസ് ടി എന്നും നമ്മൾ വിശേഷിപ്പിക്കാറുണ്ട്. ഈ നികുതികൾ ഉപഭോക്താക്കളിൽ നിന്ന് ഒരുമിച്ച് പിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കേന്ദ്രവും സംസ്ഥാനവും അത് തുല്യമായിട്ട് വീതം വയ്ക്കുന്നു. കേന്ദ്ര ജി എസ് ടി, സംസ്ഥാന ജി എസ് ടി നിരക്കുകൾ പൊതുവെ ഒരേപോലെയാണ് ഉള്ളത്. ഇനി നമുക്ക് ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടി എന്താണ് എന്ന് നോക്കാം. അല്ലെ, ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടി എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്കുകൾക്കും സേവനങ്ങൾക്കും ചുമത്തപ്പെടുന്നതാണ് ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടി എന്ന് പറയുന്നത്, IGST. അപ്പോൾ ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ചരക്കുകൾക്കും സേവനങ്ങൾക്കും ചുമത്തപ്പെടുന്ന ആ ഒരു ടാക്സിനെയാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടി എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇൻ്റഗ്രേറ്റഡ് ജി എസ് ടി എന്താണ് എന്ന് നമുക്ക് നോക്കാം. IGST. അന്തർ സംസ്ഥാന ക്രയവിക്രയങ്ങളുടെ മേൽ ജി എസ് ടി ചുമത്തുന്നതും പിരിക്കുന്നതും കേന്ദ്ര ഗവൺമെൻറ്റാണ്. ഇതിലെ സംസ്ഥാന വിഹിതം നൽകുന്നതും കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ്. ഇനി നമുക്ക് ജി എസ് ടി കൗൺസിൽ എന്താണ് എന്ന് നോക്കിയേക്കാം. അല്ലെ, ജി എസ് ടി കൗൺസിൽ എന്താണ്? കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് ജി എസ് ടി കൗൺസിൽ ചെയർമാൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇപ്പോൾ കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് ജി എസ് ടി കൗൺസിലിൻ്റെ ചെയർമാനായിട്ട് ഇരിക്കുന്നത്. അതിൽ കേന്ദ്ര ധനകാര്യ സഹമന്ത്രിയുണ്ട്, സംസ്ഥാന ധനകാര്യ മന്ത്രിമാരുമുണ്ട്. ഇപ്പോൾ കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ് ജി എസ് ടി കൗൺസിലിൻ്റെ ചെയർമാൻ. കേന്ദ്ര ധനകാര്യ സഹമന്ത്രിയും സംസ്ഥാന ധനകാര്യ മന്ത്രിമാരുമാണ് കൗൺസിലിലെ മറ്റ് അംഗങ്ങൾ. ജി എസ് ടി കൗൺസിൽ ശുപാർശ നൽകുന്ന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് ചോദിച്ചാൽ, അല്ലെ, ജി എസ് ടി കൗൺസിൽ ശുപാർശ നൽകുന്ന കാര്യങ്ങൾ ചുവടെ പറയുന്നു എന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? ജി എസ് ടിയിൽ ലഭിക്കേണ്ടുന്ന നികുതികൾ എന്തെല്ലാമാണ്, സെസ്സുകൾ എന്തെല്ലാമാണ്, സർചാർജുകൾ എന്തെല്ലാമാണ്. അപ്പോൾ ജി എസ് ടിയിൽ ലയിപ്പിക്കേണ്ടുന്ന നികുതികൾ എന്ന് പറയുമ്പോൾ സെസ്സുകളുണ്ട്, സർചാർജുകളുണ്ട്. അല്ല, ജി എസ് ടിയിൽ ലയിപ്പിക്കേണ്ടുന്ന നികുതികൾ, സെസ്സുകൾ, സർചാർജുകൾ ഇവ എന്തെല്ലാമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതേപോലെ ജി എസ് ടിയുടെ പരിധിയിൽ വരുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായ ചരക്കുകളും സേവനങ്ങളും. അല്ലെ, ജി എസ് ടിയുടെ പരിധിയിൽ വരുത്തേണ്ടതും ഒഴിവാക്കേണ്ടതുമായിട്ടുള്ള ചരക്കുകളും സേവനങ്ങളും ഉണ്ട്. നികുതിയുടെ നിരക്കുകൾ നിശ്ചയിക്കുന്നത് എങ്ങനെയാണ്? അല്ലേ, നികുതിയുടെ നിരക്കുകൾ നിശ്ചയിക്കുന്നത് ഒക്കെയാണ് ഇതിൽ പെടുന്നത്. ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ചരക്കുകളും സേവനങ്ങളും ജി എസ് ടിയിൽ ഉൾപ്പെടുത്തേണ്ടുന്ന സമയം എന്തെല്ലാമെന്ന് ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ മൊത്തം വിറ്റുവരവിൻ്റെ അടിസ്ഥാനത്തിലുള്ള നികുതി ഒഴിവിൻ്റെ പരിധി നിശ്ചയിക്കുന്നത് ഇവിടെയാണ്. ഇനി ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഇനങ്ങൾ എന്തെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലെ, ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ഇനങ്ങൾ എന്ന് പറയുമ്പോൾ ജി എസ് ടിയുടെ പരിധിയിൽപ്പെടാത്ത ഇനങ്ങൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളെ പെടുത്തിയിട്ടില്ല. അല്ലെ, പെട്രോളിയം ഉൽപ്പന്നങ്ങളെ ജി എസ് ടിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നവയാണ്. അപ്പോൾ അസംസ്കൃത പെട്രോളിയം, ഡീസൽ, പെട്രോൾ, പ്രകൃതിവാതകം, വിമാന ഇന്ധനം ഇതെല്ലാമാണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളെന്ന ശ്രേണിയിൽ പെടുന്നത്. അപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എന്ന ശ്രേണിയിൽ പെടുന്നത് എന്തെല്ലാമെന്ന് ചോദിച്ചാൽ അസംസ്കൃത പെട്രോളിയമുണ്ട്, ഡീസലുണ്ട്, പെട്രോളുണ്ട്, പ്രകൃതിവാതകമുണ്ട്, വിമാന ഇന്ധനവുമുണ്ട്. വൈദ്യുതി ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. വൈദ്യുതിയെ ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അതുപോലെ മനുഷ്യ ഉപഭോഗത്തിനുള്ള മദ്യം അതും ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതാണ്. അപ്പോൾ മനുഷ്യ ഉപഭോഗത്തിനുള്ള മദ്യവും ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനി ജി എസ് ടി നമ്പർ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലെ, ജി എസ് ടി നമ്പർ എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ലെ, ജി എസ് ടി നമ്പർ ജി എസ് ടി രജിസ്ട്രേഷൻ നടത്തുമ്പോൾ ലഭിക്കുന്നതാണ് ജി എസ് ടി നമ്പർ. ഇപ്പോൾ ജി എസ് ടി നമ്പർ എന്താണെന്ന് ചോദിച്ചാൽ ജി എസ് ടി രജിസ്ട്രേഷൻ നടത്തുമ്പോൾ ലഭിക്കുന്നതാണ് ജി എസ് ടി നമ്പർ. ജി എസ് ടി ഇൻ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപേക്ഷകൻ്റെ പാൻ കാർഡ് നമ്പർ, ബന്ധപ്പെട്ട സംസ്ഥാനത്തിൻ്റെ കോഡ് എന്നിവ ചേരുന്നതാണ് ജി എസ് ടി IN അല്ലെങ്കിൽ ടിൻ നമ്പർ എന്ന് നമ്മൾ പറയുന്ന ജി എസ് ടി നമ്പർ എന്ന് പറയുന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ടിൻ നമ്പർ എന്ന് നമ്മൾ പറയുന്ന ജി എസ് ടി നമ്പർ. ജി എസ് ടി നമ്പറിൻ്റെ തുടക്കത്തിലെ 2 അക്കങ്ങൾ സംസ്ഥാനത്തിൻ്റെ ജി എസ് ടി കോഡായിട്ടാണ് പറയുന്നത്. അല്ലേ, ജി എസ് ടി നമ്പറിൻ്റെ തുടക്കത്തിലെ 2 അക്കങ്ങൾ
സംസ്ഥാനത്തിൻ്റെ GST കോഡാണ്. തുടർന്ന് വരുന്ന അത് പാൻ കാർഡിൻ്റെ നമ്പറുമാണ് അല്ലേ. അപേക്ഷകൻ്റെ പാൻ കാർഡ് നമ്പർ, ബന്ധപ്പെട്ട സംസ്ഥാനത്തിൻ്റെ കോഡ് എന്നിവ ചേരുന്നതാണ് GST നമ്പർ. അപ്പോൾ GST നമ്പറിൻ്റെ തുടക്കത്തിലെ 2 അക്കങ്ങൾ സംസ്ഥാനത്തിൻ്റെ കോഡാണ്, പിന്നീട് വരുന്നവ പാൻ കാർഡിൻ്റെ നമ്പറുമാണ്. വിവിധ സംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ പ്രദേശങ്ങളുടെ GST കോഡുകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം അല്ലെ. വിവിധ സംസ്ഥാനങ്ങളുടെ പ്രദേശങ്ങളുടെ GST കോഡുകൾ. കേരളം അല്ലെ, കേരളത്തിൻ്റെ GST കോഡ് 32 തമിഴ്നാടിൻ്റേത് 33, കർണാടകത്തിൻ്റേത് 29, പുതുച്ചേരിയുടേത് 34, ലക്ഷദ്വീപിൻ്റേത് 31, ആന്ധ്രാപ്രദേശിൻ്റേത് 37, തെലങ്കാനയുടേത് 36, ഗോവയുടേത് 30, ജമ്മു കാശ്മീരിൻ്റേത് 1, ഹിമാചൽ പ്രദേശിൻ്റേത് 2, ഡൽഹിയുടേത് 7, മഹാരാഷ്ട്രയുടേത് 27. ഇനി നമുക്ക് സർക്കാർ ചുമത്തുന്ന വിവിധ നികുതികൾ ഏതെല്ലാമെന്ന് നമുക്കൊന്ന് നോക്കാം അല്ലേ. കേന്ദ്ര സംസ്ഥാന തദ്ദേശ സ്വയംഭരണ സർക്കാരുകൾ ചുമത്തുന്ന പല നികുതികളുണ്ട്. അതിൽപ്പെട്ട ചില നികുതികൾ നമുക്കൊന്ന് പരിചയപ്പെടാം. കേന്ദ്ര സർക്കാർ ചുമത്തുന്ന ചില നികുതിയുണ്ടല്ലേ. കേന്ദ്ര സർക്കാർ ചുമത്തുന്ന നികുതി അതേതാണ്? ഒന്ന് കോർപ്പറേറ്റ് നികുതി എന്ന് പറയുന്നൊരു നികുതിയുണ്ടല്ലേ, കോർപ്പറേറ്റ് നികുതി. വ്യക്തിഗത ആദായ നികുതി, കേന്ദ്ര GST അഥവാ സംയോജിത GST അല്ലേ. കോർപ്പറേറ്റ് നികുതി, വ്യക്തിഗത ആദായ നികുതി, കേന്ദ്ര GST, സംയോജിത GST. ഇനി സംസ്ഥാന സർക്കാർ ചുമത്തുന്ന സുപ്രധാന നികുതികൾ ഏതൊക്കെയാണ്? ഒന്ന് ഭൂനികുതി, മറ്റൊന്ന് സ്റ്റാമ്പ് ഡ്യൂട്ടി, പിന്നുള്ളത് സംസ്ഥാന GST ആണ്. അപ്പോൾ സംസ്ഥാന സർക്കാർ ചുമത്തുന്ന സുപ്രധാന നികുതികൾ ഏതെല്ലാം എന്ന് ചോദിച്ചാൽ ഭൂനികുതി, സ്റ്റാമ്പ് ഡ്യൂട്ടി, സംസ്ഥാന GST എന്നിവയാണ് സംസ്ഥാന സർക്കാർ ചുമത്തുന്ന സുപ്രധാനമായ നികുതികളെന്ന് പറയുന്നത്. തദ്ദേശ സ്വയംഭരണ സർക്കാർ ചുമത്തുന്ന നികുതികൾ എന്തെല്ലാമാണ്? വസ്തു നികുതിയുണ്ട്, തൊഴിൽ നികുതിയുണ്ട്. അപ്പോൾ വസ്തു നികുതി, തൊഴിൽ നികുതി എന്നിവ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ചുമത്തുന്ന സുപ്രധാനമായ നികുതികളാണ്. ഇനി എന്താണ് സർചാർജ് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം അല്ലെ. സർചാർജ് എന്താണ്? സർചാർജ് നികുതിയോടൊപ്പം സർക്കാരിന് വരുമാനം ലഭിക്കുന്ന മറ്റ് 2 സ്രോതസ്സുകളാണ് സർചാർജ്, സെസ് എന്നിവ. അപ്പം നികുതിയോടൊപ്പം സർക്കാരിന് വരുമാനം ലഭിക്കുന്ന മറ്റ് 2 സ്രോതസ്സുകളെയാണ് സർചാർജ് എന്നും സെസ് എന്നും പറയുന്നത്. അപ്പോൾ നികുതിയോടൊപ്പം സർക്കാരിന് വരുമാനം ലഭിക്കുന്ന മറ്റ് 2 സ്രോതസ്സുകളെയാണ് സർചാർജ് എന്നും സെസ് എന്നും നമ്മൾ വിശേഷിപ്പിക്കുന്നത്. നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയാണ് സർചാർജ് അല്ല. നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയെയാണ് സർചാർജ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഒരു നിശ്ചിത കാലത്തേക്കാണ് ഈ സർചാർജ് ചുമത്തപ്പെടുന്നത്. അപ്പോൾ സർചാർജ് ചുമത്തപ്പെടുന്നത് ഒരു നിശ്ചിത കാലത്തേക്കാണ്. അപ്പോൾ ഒരു നിശ്ചിത കാലത്തേക്കാണ് സർചാർജ് ചുമത്തുന്നത്. സാധാരണ വരുമാന നികുതിയുടെ നിശ്ചിത ശതമാനമാണ് സർചാർജായിട്ട് ഈടാക്കുന്നത്. അപ്പോൾ സർചാർജായിട്ട് ഈടാക്കുന്നത് സാധാരണ വരുമാന നികുതിയുടെ ഒരു നിശ്ചിത ശതമാനമാണ് സർചാർജായിട്ട് ഈടാക്കപ്പെടുന്നത്. ഇനി നമുക്ക് സെസ് എന്താണെന്ന് നോക്കാം അല്ലേ. സെസ് സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയെ ആണ് സെസ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. സർക്കാർ ചില പ്രത്യേക ആവശ്യങ്ങൾക്കായി ചുമത്തുന്ന അധിക നികുതിയാണ് സെസ്. ആവശ്യത്തിന് പണം ലഭിച്ചു കഴിഞ്ഞാൽ സെസ് നിർത്തലാക്കാറുമുണ്ട്. അപ്പോൾ ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ ചുമത്തുന്ന അധിക നികുതിയെ ആണ് നമ്മൾ സെസ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ആവശ്യത്തിന് പണം ലഭിച്ചു കഴിഞ്ഞാൽ ഈ സെസ് നിർത്തലാക്കാറുമുണ്ട്. വ്യക്തിഗത ആദായ നികുതിയോടൊപ്പം ചുമത്തുന്ന വിദ്യാഭ്യാസ സെസ് എന്ന് പറയുന്നത് ഇതിനുദാഹരണമാണ് അല്ലെ. വ്യക്തിഗത ആദായ നികുതിയോടൊപ്പം ചുമത്തുന്ന വിദ്യാഭ്യാസ സെസ് ഇതിനുദാഹരണമാണ്. ഇനി നമുക്ക് നികുതി ഇതര വരുമാനങ്ങൾ നോക്കാം അല്ലെ. നികുതി ഇതര വരുമാനങ്ങൾ എന്തെല്ലാമാണ്? നികുതി ഇതര വരുമാനങ്ങൾ നികുതിക്ക് പുറമേ ലഭിക്കുന്ന വരുമാനങ്ങളെയാണ് നികുതി ഇതര വരുമാനങ്ങൾ എന്ന് പറയുന്നത്. ഒന്ന് ഫീസാണ് അല്ലെ. എന്താണ് ഫീസിനെ പറ്റി പറയാൻ പറ്റുക? ഫൈനുകളും പെനാൽറ്റികളും ഗ്രാൻഡ്, പലിശ, ലാഭം എന്നിവയാണ് സർക്കാരിൻ്റെ നികുതി ഇതര വരുമാന സ്രോതസ്സുകളായിട്ട് പറയുന്നത് അല്ലെ. ഫീസ്, ഫൈന്, പെനാൽറ്റി, ഗ്രാൻഡ്, പലിശ, ലാഭം എന്നിവയെ ആണ് സർക്കാരിൻ്റെ നികുതി ഇതര വരുമാന സ്രോതസ്സുകളെന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. സർക്കാർ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായിട്ട് ഈടാക്കുന്ന തുകയുണ്ട്, അതിനെയാണ് ഫീസ് എന്ന് പറയുന്നത്. ലൈസൻസ് ഫീസുണ്ട്, രജിസ്ട്രേഷൻ ഫീസുണ്ട്, ട്യൂഷൻ ഫീസുണ്ട് എന്നിവ ഇതിനുദാഹരണങ്ങളുമാണ്.
അപ്പോൾ സർക്കാരിൻ്റെ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായിട്ട് ഈടാക്കുന്ന തുകയെ ആണ് ഫീസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ലൈസൻസ് ഫീസുണ്ട്, രജിസ്ട്രേഷൻ ഫീസുണ്ട്, ട്യൂഷൻ ഫീസുണ്ട് എന്നിവയെല്ലാം ഇതിന് ഉദാഹരണങ്ങളുമാണ്. നിയമം ലംഘിക്കുന്നതിന് നൽകുന്ന ശിക്ഷയുണ്ട്. നിയമം ലംഘിക്കുന്നതിന് ശിക്ഷയുണ്ട്. ആ ശിക്ഷയാണ് ഫൈനുകളും പെനാൽറ്റികളും എന്ന് പറയുന്നത്. നിയമം ലംഘിക്കുന്നതിന് നൽകുന്ന ശിക്ഷയെ ആണ് ഫൈൻ എന്നും പെനാൽറ്റി എന്നും നമ്മൾ വിശേഷിപ്പിക്കുന്നത്. ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിനായിട്ട് സർക്കാരോ സ്ഥാപനങ്ങളോ നൽകുന്ന സാമ്പത്തിക സഹായത്തിനെയാണ് ഗ്രാൻറ്റുകളെന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിനായിട്ട് സർക്കാരോ സ്ഥാപനങ്ങളോ നൽകുന്ന സാമ്പത്തിക സഹായമാണ് ഗ്രാൻറ്റുകൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഉദാഹരണം, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ഗ്രാൻറ്റുകളെന്ന് പറയാം. അപ്പോൾ ഗ്രാൻറ്റ് എന്താണ്? ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിനായിട്ട് സർക്കാരോ സ്ഥാപനങ്ങളോ നൽകുന്ന സാമ്പത്തിക സഹായമാണ് ഗ്രാൻറ്റുകൾ. ഉദാഹരണമായിട്ട് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ഗ്രാൻറ്റുകളെന്ന് പറയാം. സർക്കാർ വിവിധ സംരംഭങ്ങൾക്കും ഏജൻസികൾക്കും രാജ്യങ്ങൾക്കും നൽകുന്ന വായ്പകൾക്ക് പലിശ അനുവദിച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ സർക്കാർ വിവിധ സംരംഭങ്ങൾക്കും ഏജൻസികൾക്കും രാജ്യങ്ങൾക്കും നൽകുന്ന വായ്പകൾക്ക് പലിശ അനുവദിച്ചു കൊടുക്കാറുണ്ട്. സർക്കാർ നടത്തുന്ന വിവിധ സംരംഭങ്ങളിൽ നിന്നുള്ള അറ്റ വരുമാനത്തിനെയാണ് നമ്മൾ ലാഭമെന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ സർക്കാർ നടത്തുന്ന വിവിധ സംരംഭങ്ങളിൽ നിന്നുള്ള അറ്റ വരുമാനമാണ് ലാഭം. ഉദാഹരണമായിട്ട് നമുക്ക് റെയിൽവേയിൽ നിന്ന് ലാഭം കിട്ടും. ഇനി നമുക്ക് കടലാസിൽ മാത്രം കണക്കാക്കുന്ന കുറച്ച് നികുതികളുണ്ട്. കടലാസ് നികുതികളെന്നാണ് ഇവ അറിയപ്പെടുന്നത് തന്നെ. അപ്പോൾ അത്തരത്തിലുള്ള കടലാസ് നികുതികൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. പേപ്പർ ടാക്സ്. സർക്കാരിൽ നിന്ന് തിരിച്ചൊന്നും അവകാശപ്പെടാൻ കഴിയാതെ സർക്കാരിലേക്ക് തന്നെ ഒടുക്കുന്ന വരുമാനമാണ് ഈ റവന്യൂ വരവുകളെന്ന് പറയുന്നത്. ഇതിനെയാണ് കടലാസ് നികുതി എന്ന് വിശേഷിപ്പിക്കുന്നത്. സർക്കാരിൽ നിന്ന് തിരിച്ച് ഇങ്ങോട്ടേക്കൊന്നും അവകാശപ്പെടാൻ കഴിയാതെ സർക്കാരിലേക്ക് തന്നെ ഒടുക്കുന്ന വരുമാനത്തിനെയാണ് നമ്മൾ റവന്യൂ വരവുകളെന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇവയെ തിരിച്ചെടുക്കുവാനായിട്ട് കഴിയാത്തവയെന്ന് വിശേഷിപ്പിക്കുന്നു. അപ്പോൾ ഇവയെ തിരിച്ചെടുക്കാനായിട്ട് നമുക്ക് കഴിയുമോ? ഇല്ല. അപ്പോൾ തിരിച്ചെടുക്കാൻ കഴിയാത്തവയാണ് ഇവ. ഇനി റവന്യൂ വരുമാനത്തിലെ പ്രധാന ഘടകം എന്താണെന്നറിയാമോ? റവന്യൂ വരുമാനത്തിലെ പ്രധാന ഘടകം, റവന്യൂ വരുമാനത്തിലെ പ്രധാന ഘടകമാണ് നികുതി വരുമാനം. അപ്പോൾ റവന്യൂ വരുമാനത്തിലെ പ്രധാന ഘടകമാണ് നികുതി വരുമാനം എന്ന് പറയുന്നത്. സ്വത്ത് ടാക്സ് നിങ്ങൾ കേട്ട് കാണും, വെൽത്ത് ടാക്സ് എന്നാണ് നമ്മൾ വിശേഷിപ്പിക്കുന്ന സ്വത്ത് നികുതി എന്ന് പറയും. അതുപോലെ പാരിതോഷിക നികുതി, അതിനെ നമ്മൾ ഗിഫ്റ്റ് ടാക്സ് എന്ന് വിശേഷിപ്പിക്കും, ഗിഫ്റ്റ് ടാക്സ്. സ്ഥാവര വസ്തു നികുതി, അതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്ന എസ്റ്റേറ്റ് ഡ്യൂട്ടി എന്നാണ്. വെൽത്ത് ടാക്സ്, ഗിഫ്റ്റ് ടാക്സ്, സ്ഥാവര വസ്തു ടാക്സ് അല്ലെങ്കിൽ എസ്റ്റേറ്റ് ഡ്യൂട്ടി എന്ന് പറയുന്നതെല്ലാം എന്താണ്? പ്രത്യക്ഷ നികുതികളായിരുന്നു. പക്ഷേ ഇവയൊന്നും ഇപ്പോൾ നിലവിലില്ല. തുടങ്ങിയ പ്രത്യക്ഷ നികുതികൾ ഇപ്പം നിലവിലില്ല. ഇവയിൽ നിന്നുള്ള വരുമാനം പരിഗണനീയമല്ലാത്തതിനാൽ അവയെ നമ്മൾ വിളിക്കുന്നവർ കടലാസ് നികുതികൾ അല്ലെങ്കിൽ പേപ്പർ ടാക്സ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഗിഫ്റ്റ് ടാക്സ്, വെൽത്ത് ടാക്സ്, സ്ഥാവര വസ്തു നികുതി മുതലായ നികുതികൾ പ്രത്യക്ഷ നികുതികളായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും നിലവിലില്ല. അതുകൊണ്ട് തന്നെ ഇവയിൽ നിന്നുള്ള വരുമാനം പരിഗണനീയമല്ലാത്തതിനാലാണ് ഇവയെ നമ്മൾ കടലാസ് നികുതികൾ അഥവാ പേപ്പർ ടാക്സസ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ഇനി നമുക്ക് വർദ്ധിത ആനുപാതിക നികുതികളെക്കുറിച്ച് നോക്കാം. വർദ്ധിത ആനുപാതിക നികുതികൾ എന്തെന്ന് നമുക്ക് നോക്കാം. വരുമാനത്തിൻ്റെ പുനർവിതരണം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള ഒരു മാർഗമാണ് വർദ്ധിത ആദായ നികുതി. അപ്പോൾ വരുമാനത്തിൻ്റെ പുനർവിതരണം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള ഒരു മാർഗമാണ് വർദ്ധിത ആദായ നികുതി അഥവാ പ്രോഗ്രസീവ് ഇൻകം ടാക്സ് എന്ന് പറയും. അപ്പോൾ പ്രോഗ്രസീവ് ഇൻകം ടാക്സ് എന്ന് വെച്ചാൽ വരുമാനത്തിൻ്റെ പുനർവിതരണം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള ഒരു വരുമാനത്തിൻ്റെ പുനർവിതരണം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള ഒരു മാർഗമാണ് വർദ്ധിത ആദായ നികുതി അഥവാ പ്രോഗ്രസീവ് ഇൻകം ടാക്സ് എന്ന് പറയുന്നത്. ഇതനുസരിച്ച് വരുമാനത്തിലെ വർധനയോടൊപ്പം നികുതി നിരക്കും കൂടിക്കൊണ്ടേയിരിക്കും. കമ്പനികളിന്മേൽ നികുതി ചുമത്തുന്നത് ആനുപാതിക രീതിയിലാണ്. അപ്പോൾ കമ്പനികളിന്മേൽ നികുതി ചുമത്തുന്നത് ആനുപാതികമായിട്ടുള്ള രീതിയാണ്. ഇതിനെയാണ് നമ്മൾ പ്രൊപ്പോർഷണൽ ബേസിസ് എന്നാണ് പറയുന്നത്. ഇവയുടെ നികുതി നിരക്കെന്ന് പറയുന്നത് ഇവയുടെ ലാഭത്തിൻ്റെ ഒരു നിശ്ചിത അനുപാതത്തിലായിരിക്കും. അപ്പോൾ ഇവയുടെ നികുതി നിരക്ക് അവയുടെ ലാഭത്തിൻ്റെ ഒരു നിശ്ചിത അനുപാതത്തിലും ആയിരിക്കും. എക്സൈസ് തീരുവ നമുക്കറിയാം എക്സൈസ് തീരുവയുടെ കാര്യത്തിൽ നിത്യജീവിതത്തിലെ അവശ്യ വസ്തുക്കൾ നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയോ അല്ലെങ്കിൽ അവയ്ക്ക് മേൽ കുറഞ്ഞ നിരക്ക് ബാധകമാകുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ എക്സൈസ് തീരുവയുടെ കാര്യത്തിൽ നിത്യജീവിതത്തിലെ അവശ്യ വസ്തുക്കൾ നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയോ അല്ലെങ്കിൽ അവയ്ക്ക് മേൽ കുറഞ്ഞ നിരക്ക് ബാധകമാകുകയോ ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. ഇനി നമ്മൾ നോക്കിയാലോ സുഖ സൗകര്യങ്ങൾക്കുള്ള വസ്തുക്കൾ, അർദ്ധ ആഡംബര വസ്തുക്കൾ എന്നിവയുടെ മേൽ
മിതമായ നിരക്കിൽ നികുതി ചുമത്തുന്നുണ്ട്. അല്ലെ, സുഖസൗകര്യങ്ങൾക്കുള്ള വസ്തുക്കൾ, അർദ്ധ ആഡംബര വസ്തുക്കൾ എന്നിവയുടെ മേൽ മിതമായ നിരക്കിൽ നികുതി ചുമത്താറുണ്ട്. എന്നാൽ ആഡംബര വസ്തുക്കൾ, പുകയില, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയിന്മേൽ ഉയർന്ന നിരക്കിൽ നികുതിയും ചുമത്തുന്നു. അപ്പോൾ ഉയർന്ന നിരക്കിൽ നികുതി ചുമത്തുന്നത് ആഡംബര വസ്തുക്കൾക്കും പുകയില, പെട്രോളിയം ഉൽപ്പന്നങ്ങൾ മുതലായവയ്ക്കാണ്. സുഖസൗകര്യങ്ങൾക്കുള്ള വസ്തുക്കൾ, അർദ്ധ ആഡംബര വസ്തുക്കൾ എന്നിവയുടെ മേൽ മിതമായിട്ടുള്ള നിരക്കിലുള്ള നികുതിയുമാണ് ചുമത്തുന്നത്. ബജറ്റും നികുതിയും എന്താണ് എന്ന് നമുക്കിനിയും നോക്കാം. ബജറ്റ് എന്താണ്, നികുതി എന്താണ്? ഭരണഘടനയുടെ അനുച്ഛേദം 112 പ്രകാരമാണ് ഓരോ സാമ്പത്തിക വർഷവും സർക്കാരിൻ്റെ വരവ് ചെലവുകൾ കണക്കാക്കി ഒരു പ്രസ്താവന തയ്യാറാക്കി പാർലമെൻറ്റിൽ അവതരിപ്പിക്കേണ്ടത്. സർക്കാരുകളുടെ ഭരണഘടനാപരമായിട്ടുള്ള ബാധ്യതയാണ് ഇത്. ഇതിനെ പൊതുവെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ആർട്ടിക്കിൾ 112 രേഖപ്പെടുത്തിയിരിക്കുന്നത് ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ്. പക്ഷേ നമ്മുടെ സാധാരണ ഭാഷയിൽ ഇതിനെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് ബജറ്റ് എന്ന പേരിലാണ്. ഏപ്രിൽ 1 മുതൽ അടുത്ത മാർച്ച് 31 വരെയാണ് സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ആ ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത്. പാർലമെൻറ്റ് നിയമസഭയിൽ അവതരിപ്പിക്കുന്ന വാർഷിക ധനകാര്യ പ്രസ്താവനയാണ് ബജറ്റ് രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ ബജറ്റ് രേഖകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ത് എന്ന് ചോദിച്ചാൽ പാർലമെൻറ്റ് അഥവാ നിയമസഭ, അല്ലേ, രണ്ടെണ്ണം ഉണ്ട്. പാർലമെൻറ്റ് എന്ന് പറയുമ്പോൾ ഇത് കേന്ദ്രത്തിലാണെങ്കിൽ നിയമസഭ എന്ന് പറയുന്നത് സംസ്ഥാനത്താണ്. അപ്പോൾ പാർലമെൻറ്റിൽ നിയമസഭയിൽ അവതരിപ്പിക്കുന്ന വാർഷിക ധനകാര്യ പ്രസ്താവനയാണ് ബജറ്റ് രേഖകളിൽ പ്രധാനപ്പെട്ടത്. ബജറ്റിന് 2 അക്കൗണ്ടുകളാണ് പൊതുവെ ഉള്ളത് കേട്ടോ. ബജറ്റിന് 2 അക്കൗണ്ടുകളാണ് ഉള്ളത്. ഒന്ന് റവന്യൂ അക്കൗണ്ട്, മറ്റൊന്ന് മൂലധന അക്കൗണ്ട്. അപ്പോൾ റവന്യൂ അക്കൗണ്ട്, മൂലധന അക്കൗണ്ട് എന്നിവയാണ് ഈ ബജറ്റിൻ്റെ 2 അക്കൗണ്ടുകളെന്ന് പറയുമ്പോൾ ഉള്ളത്. നടപ്പ് ധനകാര്യ വർഷവുമായി ബന്ധപ്പെട്ടവയാണ് റവന്യൂ അക്കൗണ്ട്. അപ്പോൾ നടപ്പ് ധനകാര്യ വർഷവുമായിട്ട് ബന്ധപ്പെട്ടവയാണ് റവന്യൂ അക്കൗണ്ട്. ഇതിനെ ന്യൂ ബജറ്റ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പം നടപ്പ് ധനകാര്യ വർഷവുമായി ബന്ധപ്പെട്ടവയാണ് റവന്യൂ അക്കൗണ്ട്. ഇതിനെ ന്യൂ ബജറ്റ് എന്ന് നമ്മൾ വിശേഷിക്കുന്നുണ്ട്. അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ആസ്തി ബാധ്യത എന്നിവയുമായി ബന്ധപ്പെട്ട മൂലധന അക്കൗണ്ടിനെയാണ് മൂലധന ബജറ്റ് എന്ന് പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. അല്ലേ, ഗവൺമെൻറ്റിൻ്റെ ആസ്തി ബാധ്യത എന്നിവയുമായി ബന്ധപ്പെട്ട മൂലധന അക്കൗണ്ടിനെയാണ് മൂലധന ബജറ്റ് എന്ന് നമ്മൾ പേരിട്ട് വിശേഷിപ്പിക്കുന്നത്. ബജറ്റിലാണ് നികുതി ചുമത്തലുമായി ബന്ധപ്പെട്ട പ്രധാന നിർദ്ദേശങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അപ്പോൾ ബജറ്റിലാണ് നികുതി ചുമത്തലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാന നിർദ്ദേശങ്ങൾ എല്ലാം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നികുതി ചുമത്തൽ, നികുതി റദ്ദാക്കൽ, നികുതി കുറയ്ക്കൽ, നികുതി ഭേദഗതി അഥവാ ക്രമീകരണം എന്നിവ സംബന്ധിച്ച ബജറ്റ് നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ധനകാര്യ ബില്ല് കൂടി വാർഷിക ധനകാര്യ പ്രസ്താവനയ്ക്കൊപ്പം സമർപ്പിക്കാറുണ്ട്. അപ്പോൾ നികുതി ചുമത്തൽ, നികുതി റദ്ദാക്കൽ, നികുതി കുറയ്ക്കൽ, നികുതി ഭേദഗതി അഥവാ ക്രമീകരണം എന്നിവ സംബന്ധിച്ച ബജറ്റ് നിർദ്ദേശങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ധനകാര്യ ബില്ല് കൂടി വാർഷിക ധനകാര്യ പ്രസ്താവനയ്ക്കൊപ്പം സമർപ്പിക്കാറുണ്ട്. ഇനി നമുക്ക് തൊഴിൽ നികുതി എന്താണ് എന്ന് നോക്കാം. അല്ല, തൊഴിൽ നികുതി എന്താണ്? തൊഴിൽ നികുതി പ്രത്യക്ഷ നികുതിക്ക് ഉദാഹരണമാണ് തൊഴിൽ നികുതി അഥവാ പ്രൊഫഷണൽ ടാക്സ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഈ നികുതി ഈടാക്കുന്നത്. ഏത് നികുതിയാണ്? നമ്മുടെ പ്രത്യക്ഷ നികുതിയായിട്ടുള്ള തൊഴിൽ നികുതി ഈടാക്കുന്നത് അല്ലെങ്കിൽ പ്രൊഫഷണൽ ടാക്സ് ഈടാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. ഇന്ത്യയിൽ ഒരു വർഷം ഒരാളിൽ നിന്ന് ഈടാക്കാവുന്ന പരമാവധി തൊഴിൽ നികുതി എന്ന് പറയുന്നത് 2500 രൂപ മാത്രമാണ്. അപ്പോൾ ഇന്ത്യയിൽ ഒരാളിൽ നിന്ന് ഈടാക്കാവുന്ന പരമാവധി തൊഴിൽ നികുതി എത്രയാണെന്ന് ചോദിച്ചാൽ 2500 രൂപയാണ്. ഒരാൾ ജോലി ചെയ്യുന്ന സ്ഥാപനം സ്ഥിതി ചെയ്യുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലാണ് തൊഴിൽ നികുതി ഒടുക്കേണ്ടത്. അപ്പോൾ തൊഴിൽ നികുതി ഒടുക്കേണ്ടുന്നത് എവിടെയാണ്? ഒരാൾ ജോലി ചെയ്യുന്ന സ്ഥാപനം എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പരിധിയിലാണ് ആ തൊഴിൽശാല സ്ഥിതി ചെയ്യുന്നത്, അവിടെയാണ് തൊഴിൽ നികുതി ഒടുക്കേണ്ടുന്നത്. ഒരു പഞ്ചായത്ത് പ്രദേശത്ത് 6 മാസത്തിൽ മൊത്തം 60 ദിവസത്തിൽ കുറയാതെ ഇടപാട് നടത്തുന്ന ഓരോ കമ്പനിയുടെയും പഞ്ചായത്ത് പ്രദേശത്തിനുള്ളിലോ പഞ്ചായത്ത് പ്രദേശത്ത് താമസിച്ചുകൊണ്ട് അതിനു വെളിയിലോ ഒരു തൊഴിലിലോ കലയിലോ ജോലിയിലോ ഏർപ്പെട്ടിരിക്കുന്നതോ അല്ലെങ്കിൽ ബിസിനസ് നടത്തുകയോ പൊതുവോ സ്വകാര്യമോ ആയ ഉദ്യോഗം വഹിക്കുന്നതുമായ ഏതൊരാളുടെയും മേൽ തൊഴിൽ നികുതി ചുമത്താവുന്നതാണ്. അപ്പോൾ ഒരു പഞ്ചായത്തിൻ്റെ പരിധിയിൽ താമസിച്ച് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതൊരു വ്യക്തിയും പഞ്ചായത്തിനെ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് നികുതി അടയ്ക്കുവാനായിട്ട് ബാധ്യതപ്പെട്ടയാളാണ്. 6 മാസത്തിനുള്ളിൽ മൊത്തം 60 ദിവസത്തിലെങ്കിലും ആ പ്രദേശപരിധിയിൽ നിന്ന് അയാൾക്ക് തൊഴിൽ ലഭിക്കണമെന്നേ വ്യവസ്ഥയുള്ളൂ. ഈ പറയുന്ന തൊഴിൽ നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാർ ആരെല്ലാം എന്ന് നമുക്കൊന്ന് നോക്കാം. അല്ല, തൊഴിൽ നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ CRPF ഉദ്യോഗസ്ഥർ ഒഴിവാക്കിയിട്ടുണ്ട്.
തൊഴിലെടുക്കുന്ന അന്ധന്മാരെയും ഭിന്നശേഷിക്കാരെയും ഈ പറയുന്ന തൊഴിൽ നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ് അല്ലേ. അതേപോലെ തന്നെ ബീഡിത്തൊഴിലാളി, കശുവണ്ടി ഫാക്ടറി തൊഴിലാളി, ഓട് ഫാക്ടറി തൊഴിലാളി, ഇഷ്ടിക ഫാക്ടറി തൊഴിലാളി, മൺപാത്ര നിർമ്മാണ തൊഴിലാളി എന്നിവയെല്ലാവരും ഈ പറയുന്ന തൊഴിൽ നികുതിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിട്ടുള്ള ആളുകളാണ്. ഇനി നമുക്ക് എന്താണ് വസ്തു ടാക്സ് നോക്കാം അല്ല. വസ്തു ടാക്സ് പ്രത്യക്ഷ നികുതിയാണ് വസ്തു നികുതി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ പെരക്കരം എന്ന് പറയുന്ന വീടിനൊക്കെയുള്ള കരം എന്ന് പറയുന്ന കെട്ടിട നികുതി എന്നൊക്കെ പറയുന്നത് പ്രത്യക്ഷ നികുതിയായ വസ്തു നികുതിയുണ്ട്. അത് ഈടാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് കേട്ടോ. അപ്പോൾ പ്രത്യക്ഷ നികുതിയായ വസ്തു നികുതി ഈടാക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. കെട്ടിടങ്ങളുടെ തറ വിസ്തീർണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് വസ്തു നികുതി നിർണ്ണയിക്കുന്നത് അല്ലെങ്കിൽ നിശ്ചയിക്കുന്നത്. ഇപ്പോൾ കെട്ടിടങ്ങളുടെ തറ വിസ്തീർണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് വസ്തു നികുതി നിശ്ചയിക്കുന്നത്. എല്ലാ വർഷവും അടയ്ക്കേണ്ടുന്ന നികുതി ഇനമാണ് ഈ പറയുന്ന വസ്തു നികുതി. അപ്പോൾ വസ്തു നികുതി എല്ലാ വർഷവും അടയ്ക്കേണ്ട നികുതിയാണ്. വിമുക്ത ഭടന്മാരുടെ ഭവനങ്ങളെ ഈ വസ്തു നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. വസ്തു നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് എന്തിനെല്ലാം ഒഴിവാക്കിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ എന്തിനെല്ലാം ഒഴിവാക്കിയിട്ടുണ്ട്? ഒഴിവാക്കിയിരിക്കുന്നത് വിമുക്ത ഭടന്മാരുടെ ഭവനങ്ങളെ വസ്തു നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഖാദി, നെയ്ത്ത്, നൂൽ യൂണിറ്റുകളെയും വസ്തു നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ വസ്തു നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളവയാണ് ഖാദി, നെയ്ത്ത്, നൂൽ യൂണിറ്റുകൾ. ഇവയെല്ലാം വസ്തു നികുതിയിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിട്ടുള്ളവയാണ്. ഇനി നമുക്ക് റിവേഴ്സ് ചാർജ് എന്താണ് എന്ന് നോക്കാം അല്ല. റിവേഴ്സ് ചാർജ് എന്താണ്? റിവേഴ്സ് ചാർജ് സാധാരണഗതിയിൽ സർക്കാരിലേക്ക് നികുതി അടയ്ക്കാനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് വിതരണക്കാർക്കുള്ളതാണ് അല്ലെ. സാധാരണഗതിയിൽ സർക്കാരിലേക്ക് നികുതി അടയ്ക്കാനുള്ള ഉത്തരവാദിത്വം വിതരണക്കാരനാണ് ഉള്ളത്. ഇതിന് വിപരീതമായിട്ട് GST കൗൺസിലിൻ്റെ ശുപാർശ പ്രകാരം സർക്കാർ പ്രഖ്യാപിക്കുന്ന എല്ലാ ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിതരണത്തിന്മേലുള്ള നികുതി ബാധ്യത വിതരണത്തിൻ്റെ സ്വീകർത്താക്കൾക്ക് ആകുന്നതിനെയാണ് റിവേഴ്സ് ചാർജ് എന്ന് പറയുന്നത്. അതായത് സാധാരണഗതിയിൽ സർക്കാരിലേക്ക് നികുതി അടയ്ക്കാനുള്ളതിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ വിതരണക്കാരൻ എന്ന് പറയുന്നയാളിനാണ്. ഇതിന് വിപരീതമായിട്ട് GST കൗൺസിലിൻ്റെ ശുപാർശ പ്രകാരം സർക്കാർ പ്രഖ്യാപിക്കുന്ന എല്ലാ ചരക്കുകളുടെയും സേവനങ്ങളുടെയും വിതരണത്തിന്മേലുള്ള നികുതി ബാധ്യത വിതരണത്തിൻ്റെ സ്വീകർത്താക്കൾക്ക് ആക്കുന്നതിനെയാണ് നമ്മൾ റിവേഴ്സ് ചാർജ് എന്ന് വിളിക്കുന്നത്. ഇനി നമുക്ക് ഇൻപുട്ട് ടാക്സ് എന്താണെന്ന് നോക്കാം അല്ല. ഇൻപുട്ട് ടാക്സ് എന്താണ്? ഇൻപുട്ട് ടാക്സ് രജിസ്റ്റർ ചെയ്ത ഒരാൾക്ക് നൽകുന്ന സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ വിതരണത്തിന്മേൽ ചുമത്തുന്ന കേന്ദ്ര നികുതി, സംസ്ഥാന നികുതി, ഇൻ്റഗ്രേറ്റഡ് ടാക്സ് എന്നിവയാണ് ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത്. അപ്പോൾ രജിസ്റ്റർ ചെയ്ത ഒരാൾക്ക് നൽകുന്ന സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ വിതരണത്തിന്മേൽ ചുമത്തുന്ന കേന്ദ്ര നികുതി, സംസ്ഥാന നികുതി, ഇൻ്റഗ്രേറ്റഡ് ടാക്സ് എന്നിവയെ ആണ് നമ്മൾ ഇൻപുട്ട് ടാക്സ് എന്ന് വിശേഷിപ്പിക്കുന്നത്. റിവേഴ്സ് ചാർജ് അടിസ്ഥാനത്തിൽ അല്ലെ. റിവേഴ്സ് ചാർജ് അടിസ്ഥാനത്തിൽ അടക്കുന്ന നികുതിയും സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ചുമത്തുന്ന ഇൻ്റഗ്രേറ്റഡ് നികുതിയും ഇതിൽ ഉൾപ്പെടുന്നു അല്ല. റിവേഴ്സ് ചാർജ് അടിസ്ഥാനത്തിൽ അടക്കുന്ന നികുതിയും സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ചുമത്തുന്ന ഇൻ്റഗ്രേറ്റഡ് നികുതിയും ഇതിൽ ഉൾപ്പെടുന്നവയാണ്. കോമ്പോസിഷൻ രീതിയിൽ അടക്കുന്ന നികുതി ഇതിൽ ഉൾപ്പെടുത്തുന്നില്ല എന്നുള്ളതും മറ്റൊരു പ്രത്യേകതയുമാണ്. ഇനി നമുക്ക് നോക്കാം എന്തായിരിക്കാം. നഷ്ടപ്പെട്ടു പോയത്, മോഷണം പോയത്, നശിച്ചത്, എഴുതിത്തള്ളിയത് ആയിട്ടുള്ള ചരക്കുകളുടെ മേൽ ഇൻപുട്ട് ടാക്സിൻ്റെ ക്രെഡിറ്റ് എടുക്കുന്നില്ല എന്ന ഒരു വാസ്തവം കൂടിയുണ്ട്. അതുപോലെ സമ്മാനമായിട്ടോ സൗജന്യ സാമ്പിളായിട്ടോ നൽകിയ ചരക്കുകളുടെ മേലും ഇൻപുട്ട് ടാക്സിൻ്റെ ക്രെഡിറ്റ് അനുവദനീയമല്ല. നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞത് പൊതുവരുമാനം എന്ന് പറയുന്ന ഒരു മേഖലയാണ്. ഫാസിസ് അക്കാഡമി നൽകുന്ന ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. താങ്ക്